താങ്കളുടെ മഹാരാജാസ് കോളേജ് ജീവിതം ആണ് എനിക്ക് ഇനി അറിയേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനായിട്ട് അതിനു മുമ്പ് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതൊരു വളരെ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ ആയിരുന്നു ഒരു ഫിലിം സ്കൂളിൽ പോകുന്നുള്ളത്. പക്ഷെ മഹാരാജാസ് കോളേജ് അതിന് പറ്റിയൊരു സ്പേസ് ആയിരുന്നു. അതെ, എന്ന് വെച്ചാൽ അതിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ താല്പര്യങ്ങളുള്ള കുറേ അധികം ആൾക്കാരെ കാണാനായിട്ട് ആ സമയത്ത്. അസല കോളേജ്. അതെ, അസല കോളേജ്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ ചെയർമാൻ ആയിരുന്നു അല്ലേ? അതെ. പാർട്ടിയിലായിരുന്നില്ലേ? SFI ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് മുമ്പ് രാജീവ് SFIയുടെ ചെയർമാൻ. നിങ്ങൾ എല്ലാവരും എന്നിട്ട് സിനിമയിലോട്ട് അങ്ങനെ ഒരു ഒഴുക്കായിരുന്നു പിന്നെ? അതെ, എന്നുവെച്ചാൽ ഒരുവിധം അത് ഇപ്പോഴും ഒഴുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരാളുടെ സിനിമ വന്നു കഴിഞ്ഞാൽ അത് പോയി കണ്ടിരിക്കും, ഒരു ഡയറക്ടർ ഉണ്ട്, അത് അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫി? അല്ല, ആ സമയത്ത് സിനിമോട്ടോഗ്രാഫി സിനിമോട്ടോഗ്രാഫി വേണു ചേട്ടനാണ്. വേണു സിനിമോട്ടോഗ്രാഫി കാണാനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേനകയിൽ ഇന്നലെയും കവിതയില് താഴ്വാരവും ഓടുന്നായിരുന്നു നമ്മുടെ ഒരു കോളേജ് ടൈം. അപ്പോൾ അത് അതെ, ആ രണ്ട് ഡയറക്ടേഴ്സും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ 90s ആകുമ്പോഴേക്കും മറ്റേ കുറച്ചുകൂടി എന്താ പറയുക, ഈ ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള അമാനുഷികരാവാൻ തുടങ്ങി ഹീറോസ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് യു വുഡ് ഹാവ് ഫെൽറ്റ് താങ്കളുടെ പീക്ക് ടൈം അതായിരിക്കുമല്ലേ, കോളേജ് പഠിക്കുന്ന സമയമൊക്കെ? അതെ, ഏകദേശം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല സിനിമത്തിന്റെ അവസാനമൊക്കെ ഞാൻ നാട് വിട്ടു എന്നു തോന്നുന്നു. 95 ഒക്കെ ആകുമ്പോഴത്തേക്ക് കാൽക്കട്ടയ്ക്ക് പോയി. അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് അപ്പോൾ കാൽക്കട്ട ഓൾസോ അദർ എന്താ പറയുക, ഒരു സിനിമ കേന്ദ്രത്തിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ലേണിംഗ് എന്തായിരുന്നു? കാൽക്കട്ട ഫിലിം സ്കൂളിൽ ആണ് എന്നെ സത്യം പറഞ്ഞാൽ സിനിമോട്ടോഗ്രാഫർ ആക്കിയത് സത്യം. അപ്പോൾ അങ്ങനെ കാൽക്കട്ട ഫിലിം സ്കൂളിൽ നല്ല സ്പേസ് ആയിരുന്നു. കുറച്ച് ഫാന്റസി ഇഷ്ടപ്പെടുന്ന ആളാണോ അമൽ? അല്ല, എനിക്ക് അങ്ങനത്തെ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ് തീർച്ചയായും. ഇറ്റ്സ് ലൈക്ക് യു സെഡ് നോ, ഇപ്പോൾ സാഗരയിലെ അവസാനത്തെ ഷൂട്ടിംഗ് സീൻ ഇറ്റ്സ് ലൈക്ക് എ വീഡിയോ ഗെയിം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു സത്യം പറഞ്ഞൊരു ഇറ്റ്സ് ലൈക്ക് എ ടോം ആൻഡ് ജെറി, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഫാന്റസി വേൾഡിലേക്ക് നമ്മൾ പെട്ടെന്ന് കൂട്ടിയിടുന്നു. പക്ഷെ ബ്ലഡ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക്കലി അങ്ങനെ ഒരു എനിക്ക് നമുക്ക് എനിക്ക് അങ്ങനെയുള്ള സിനിമകളും ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കോമിക് ബുക്ക് ഹീറോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ശരിക്കും വെച്ചാൽ പിള്ളേർ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് ശരിക്കും വെച്ചാൽ അവസാനം അവരെല്ലാം ഒരു ഷൂട്ട് ഔട്ട് സീൻ കാണുന്നത്. അതിനകത്തൊരു ശരിക്കും ഒരു ഭയങ്കര റിയാലിറ്റിയിൽ നമ്മളൊരു ഗൺ ഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു വേറൊരു കാര്യമാണ്. പക്ഷെ താങ്കൾ വളരെയധികം വേൾഡ് സിനിമയെക്കുറിച്ച് ഒരുപാട് വായിച്ചറിവും കണ്ടും പരിചയമുള്ള ആളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് VCR ടൈംസ് തുടങ്ങിയതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടെ നല്ല കുറേ ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അതെ, VHS. എനിക്ക് എറണാകുളത്തുള്ള ഒറ്റ VHS ഷോപ്പും കാസറ്റ് തരില്ലായിരുന്നു ഒരു ടൈമിൽ. കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള VHS ഫിലിംസും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൽക്കട്ട, ബെർലിൻ ആ സമയങ്ങളിൽ സിനിമകൾ കാണാറുണ്ട്. ഇപ്പോൾ ടാരാന്റിനോ ഫസ്റ്റ് കാനിൽ അവാർഡ് കിട്ടുമ്പോൾ അന്ന് ഭയങ്കരമായിട്ട് ഇതേപോലെ തന്നെ ഫിലിം പണ്ഡിറ്റ്സിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഗാങ്സ്റ്റർ ഫിലിം മേക്കറിന് അത് അന്ന് പൾപ്പ് ഫിക്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ പൾപ്പ് ഫിക്ഷൻ എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അല്ല, പണ്ഡിറ്റ്സിന് ഈ പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. കമേഴ്ഷ്യൽ ഫിലിം മേക്കിങ്ങിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു മേജർ സാഹിത്യകാരനിലും ഭേദം ചിലപ്പോൾ ജെയിംസ് ഹാഡ്ലി ചേസ് ആയിരിക്കും സിനിമ എടുക്കാനായിട്ട് എളുപ്പമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഫിലിം പണ്ഡിറ്റ്സിന് മനസ്സിലാവുന്ന കാര്യമാണോ എനിക്കറിയില്ല. നമ്മുടെ ഒരു സോ കോൾഡ് ആർട്ട് ഹൗസ് സിനിമകൾ ഇങ്ങനെയുള്ളൊരു വേൾഡ് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്തോ കാര്യങ്ങളാണ് നടക്കുന്നത്. അതെനിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കറിയാവുന്നതനുസരിച്ച് ലോകത്ത് 1500 ഗേ ലെസ്ബിയൻ ഫിലിം ഫെസ്റ്റിവൽസ് തന്നെ ഉണ്ട്. അപ്പോൾ സാധാരണ ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ more than 5000 ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആർട്ട് ഹൗസ് സിനിമകൾ ഈ 5000 ഫെസ്റ്റിവലിൽ എവിടെയാണ് പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും.